ഫൈനലിലേക്കുള്ള വാതിൽ തുറക്കാൻ ഇനി ഒരു ജയം മാത്രം. പക്ഷേ ആ വാതിലിന് മുന്നിൽ നിൽക്കുന്നത് യൂറോപ്പിലെ വമ്പൻ ശക്തികൾ. ലോകകപ്പ് സെമിയിൽ തീപ്പാറാൻ പോകുന്നത് സ്പെയിനും ഫ്രാൻസും തമ്മിലുള്ള മഹായുദ്ധം. യുവതാരങ്ങളുടെ ആവേശവും സൂപ്പർ താരങ്ങളുടെ അനുഭവ സമ്പത്തും ഏറ്റുമുട്ടുന്ന പോരാട്ടത്തിനായി കാത്തിരിക്കുകയാണ് ലോകം. ലോകകപ്പിൽ സ്പെയിനും ഫ്രാൻസും മുമ്പ് നേർക്കുനേർ വന്നത് വെറും 2 തവണ മാത്രം. എന്നാൽ ആ 2 മത്സരങ്ങളും ചരിത്രത്തിൽ ഇടം പിടിച്ചവ. 1934 ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ. ആദ്യ മത്സരം സമനില. അന്ന് പെനാൾട്ടി ഷൂട്ടൌട്ട് ഇല്ലായിരുന്നു. റീപ്ലേയിൽ സ്പെയിൻ ഒറ്റ ഗോൾ ജയം സ്വന്തമാക്കി ഫ്രാൻസിന്റെ സ്വപ്നം തകർത്തു. പിന്നീട് ഇരു ടീമും ഏറ്റുമുട്ടുന്നത് 72 വർഷങ്ങൾക്ക് ശേഷം 2006-ൽ. ഇത്തവണ പ്രീ ക്വാർട്ടറിൽ ഡേവിഡ് വിയയുടെ ഗോളിൽ സ്പെയിൻ ലീഡ് എടുത്തെങ്കിലും അതിനുശേഷം കണ്ടത് ഫ്രഞ്ച് കൊടുങ്കാറ്റ്. സിദാൻ, റിബറി, വിയേര. ഫ്രാൻസ് 1-നെതിരെ 3 ഗോളിന് വിജയിച്ച് മുന്നേറി. പിന്നീട് ആ ലോകകപ്പിന്റെ ഫൈനലിലും ഫ്രാൻസ് കളിച്ചു. അങ്ങനെ ലോകകപ്പിലെ കണക്ക് നോക്കിയാൽ ഓരോ ജയം വീതം. പക്ഷേ ലോകകപ്പിന് പുറത്തേക്ക് നോക്കുമ്പോൾ സ്പെയിനിന് മുൻതൂക്കം. 1922 മുതൽ ഇതുവരെ ഇരു ടീമുകളും 38 തവണ ഏറ്റുമുട്ടി. സ്പെയിൻ 18 മത്സരങ്ങൾ ജയിച്ചപ്പോൾ ഫ്രാൻസിന് ജയിക്കാനായത് 13-ൽ മാത്രം. 7 മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ഓരോ തലമുറയിലും ഈ വൈര്യം കണ്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നേഷൻസ് ലീഗ് സെമിയിൽ ഗോൾ മഴ കണ്ട മത്സരത്തിൽ 4-നെതിരെ 5 ഗോളിന് സ്പെയിൻ ഫ്രാൻസിനെ തകർത്ത് ഫൈനലിലേക്ക് മുന്നേറി. കലാശപ്പോരിൽ പോർച്ചുഗലിന് മുന്നിൽ സ്പെയിൻ ഷൂട്ടൌട്ടിൽ വീണു. ഇത്തവണ സെമിയിലേക്കുള്ള യാത്രയും ഇരു ടീമുകളും അതിഗംഭീരമാക്കി. സ്പെയിൻ, ഓസ്ട്രിയ, പോർച്ചുഗൽ, ബെൽജിയം എന്നീ കരുത്തരെ വീഴ്ത്തിയെത്തുമ്പോൾ ഫ്രാൻസ്, സ്വീഡൻ, പരാഗ്വേ, മൊറോക്കോ എന്നിവരെ മറികടന്നാണ് അവസാന 4-ലെത്തിയത്. പക്ഷേ ഈ മത്സരത്തെ വേറിട്ടതാക്കുന്നത് മറ്റൊരു പോരാട്ടമാണ്. ഒരു വശത്ത് ലോക ഫുട്ബോളിന്റെ വിസ്മയം ലമിൻ യമാൽ, മറുവശത്ത് ലോകത്തെ വിറപ്പിക്കുന്ന കിലിയൻ എംബാപ്പെ. വേഗം, ഡ്രിബ്ലിംഗ്, ഫിനിഷിംഗ്, മാജിക്. ഒരു നിമിഷം മതി മത്സരം മാറ്റിമറിക്കാൻ ഇരുവർക്കും. അതേസമയം ഇത് താരങ്ങളുടെ പോരാട്ടം മാത്രമല്ല, സ്പെയിന്റെ പന്തടുക്ക ഫുട്ബോളും ഫ്രാൻസിന്റെ മിന്നൽ വേഗ ആക്രമണവും തമ്മിലുള്ള തന്ത്രയുദ്ധം കൂടിയാണ്. മിഡ്ഫീൽഡിലെ ആധിപത്യം, വിങ്ങുകളിലെ ആക്രമണം, ആദ്യ ഗോൾ, പരിശീലകരുടെ നീക്കങ്ങൾ. ചെറിയൊരു പിഴവ് പോലും ഫൈനൽ സ്വപ്നം തകർക്കാം. 1934-ൽ സ്പെയിൻ, 2006-ൽ ഫ്രാൻസ്. ഇനി 3-ാം ലോകകപ്പ് പോരാട്ടം. ചരിത്രം ആർക്കൊപ്പം നിൽക്കും? എംബാപ്പയുടെ ഫ്രാൻസിനൊപ്പമോ അതോ യമാലിന്റെ സ്പെയിനിനൊപ്പമോ?